നിങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസോ കരിക്കും വെള്ളമോ സ്ട്രോ ഇട്ട് ഉപയോഗിച്ച് കുടിക്കുമ്പോൾ ആ ദ്രാവകം നിങ്ങളുടെ വായിലേക്ക് വലിച്ചെടുത്ത് നിങ്ങളാണെന്നാണോ വിചാരിക്കുന്നത്? കേൾക്കുമ്പോൾ ഇതൊരു വിചിത്രമായ ചോദ്യമായി തോന്നാം. എന്നാൽ ഫിസിക്സ് അനുസരിച്ച് ഗുരുത്വാകർഷണത്തിനെതിരെ ഒരു ദ്രാവത്തെ മുകളിലേക്ക് വലിച്ചെടുക്കാനുള്ള ശേഷി മനുഷ്യന്റെ ശരീരത്തിനില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ട്രോയുടെ ജ്യൂസ് മുകളിലേക്ക് വരുന്നത്? ഇതിന് വലിയ ആരെ അമ്പരിക്കുന്ന വായുമർദ്ദന്റെ ശാസ്ത്രീയ രഹസ്യം ഒരു ഒറ്റ മിനിറ്റിൽ ഇതാ. നമുക്കിത് ലോജിക്കലായി ചിന്തിക്കാം. AD 1888 മുമ്പ് ആളുകൾ പ്രകൃതിദത്തമായ പുല്ലിന്റെ തണ്ടുകൾ കൊണ്ടാണ് ജ്യൂസ് കുടിച്ചിരുന്നത്. ഇത് ചായയുടെയും ജ്യൂസിന്റെയും ഒക്കെ രുചി കേടുവരുത്തിയിരുന്നു. ഇതിൽ ദേഷ്യം വന്ന മാർവിൻ സ്റ്റോൺ എന്ന വ്യക്തി ഒരു പെൻസിലിന് ചുറ്റും പേപ്പർ ചുരുട്ടി ഒട്ടിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്ട്രോ കണ്ടുപിടിച്ചത്. എന്നാൽ ഇതിന് പിന്നിൽ നമുക്ക് രോമാഞ്ചം തരുന്ന സക്ഷൻ ഫിസിക്സ് ഇതാണ്. തുല്യമായ മർദ്ദം. ഒരു ഗ്ലാസ്സിലേക്ക് സ്ട്രോ ഇട്ട് വെക്കുമ്പോൾ ഗ്ലാസ്സിലെ സ്ട്രോയ്ക്കുള്ളിലെയും ദ്രാവകത്തിലെയും ഒരേ ലെവലായിരിക്കും. കാരണം ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദം, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇവർ രണ്ടിലും മുകളിൽ ഒരേപോലെ പതിക്കുന്നത്. പിന്നെ വാക്വം ഉണ്ടാകുന്നു. നിങ്ങൾ സ്ട്രോയിലൂടെ കുടിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജ്യൂസിനെ അല്ല വലിച്ചെടുക്കുന്നത്, മറിച്ച് സ്ട്രോയ്ക്കുള്ളിലെ വായുവിനെ മാത്രമാണ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതോടെ സ്ട്രോയ്ക്കുള്ളിൽ വായു ഇല്ലാത്ത ഒരു ചെറിയ വാക്വോ അല്ലെങ്കിൽ കുറഞ്ഞ മർദ്ദമുള്ള മേഖല രൂപപ്പെടുന്നു. മൂന്നാമത്തത് ഭൂമിയിലെ തള്ളൽ. സ്ട്രോയ്ക്കുള്ളിലെ മർദ്ദം കുറയുമ്പോൾ ഗ്ലാസ്സിലെ ജ്യൂസിന് മുകളിൽ പതിക്കുന്ന ഭൂമിയുടെ ശക്തമായ അന്തരീക്ഷ മർദ്ദം ആ ജ്യൂസിനെ താഴെ കമർത്തുകയും അതുവഴി ജ്യൂസ് സ്ട്രോയിലൂടെ നിങ്ങളുടെ വായിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നിങ്ങൾ ഒരു സിപ്പ് ജ്യൂസ് കുടിക്കാൻ ഭൂമിയുടെ മൊത്തം അന്തരീക്ഷത്തിന്റെ ഭാരമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഒരു സ്ട്രോ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിന്റെ വലിയൊരു നിയമം പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രം വലിയ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മാർക്കറ്റിൽ തന്ത്രങ്ങൾ എപ്പോഴും നമ്മുടെ കണ്ണുകളെ അമ്പരിപ്പിക്കും, പക്ഷേ യഥാർത്ഥ വിവരങ്ങൾ എപ്പോഴും ലേബിളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ വീഴാതെ സത്യം തിരിച്ചറിയുക. സ്റ്റേ ലോജിക്കൽ. ബൈ.